അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സങ്കീർത്തനം 91. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കും, മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എത്രയും വേഗമാകാവുന്ന Sleep, my darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands. Tonight I'll carry everyone. I'll be your hideaway, somewhere you can't escape.
shelter where you'll be safe. Just slow down. Catch your breath, come on and lay your head down next to mine. Build a world inside these walls where it's only you and I. I'll be your hideaway, somewhere you can't escape. A shelter where you'll be safe to breathe out. Sleep tonight. Sleep tonight. Sleep, my darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands tonight. I'll carry everyone. ഞങ്ങളെ രക്ഷിക്കാനതിൻ്റെ പിതാവിനും പുത്രനും പരിശുദ്ധമാനും സ്തുതി. സുഹൃത്തുക്കളെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുപത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധമ്മേ, ദേവമാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധമ്മേ, അമ്മ ഈശോയുടെ കൂടെ അവിടെ സന്നിഹിതയായ പോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും അമ്മ ഈശോയോടൊപ്പം ഉണ്ടായിരിക്കണേ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന നമ്മുടെ ദത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധമാനും സ്തുതി. മൂന്നോട്ടും പറയണ്ടേ? ചെക്കന്മാരെ കൊടുക്കണേ. ശരിക്കും വിളിക്കട്ടെ. ശരിക്കും എത്തട്ടെ. വേണ്ട It's just the beginning of a world unknown. Our pages of stories are just being told, and it goes on and on. Oh, it's where we belong. Oh, this moment that we're lost in, ever more than I imagined.
ബിനിറ്റു അവരുടെ വിവാഹ സ്വീകരിക്കാൻ പോവുകയാണ്. അവർക്ക് അവരെ ഒരുങ്ങുകയായിരുന്നു. ഒരുങ്ങിയ അവരുടെ ദിനങ്ങളെ പ്രതി ദൈവം അവർക്ക് കൊടുക്കുന്ന വലിയൊരു ദാനമാണ് വിവാഹം. അവർക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും പ്രബുദ്ധവും ദൈവസ്നേഹം നിറഞ്ഞതുമായ രീതിയെ അവർ തന്നെ പ്രകടിപ്പിക്കാൻ അവരുടെ കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ തിരുക്കരങ്ങളോട് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സർവേശ്വരോ സ്തുതി ഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. ദിനജനത്തെയും പിതൃഗണത്തെയും മറന്നു കളയുക. ഞങ്ങൾ രക്ഷകന്റെ മണവാട്ടിയ സമയം സന്തോഷിക്കുക. നിത്യരാജ്യവും തന്നെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവർ സന്ദർശിക്കും. തൊഴിലുകളായ കന്യകുമാരോടെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രക്ഷകരുടെ വാണിയെ സഭയെ സന്തോഷിക്കുക. നിത്യരാജ്യവും തന്റെ സ്നേഹം പോലും നിരന്തരമുള്ള വാണിയെ തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരൻ സ്വീകരിക്കുവാൻ ഞങ്ങളിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളുടെ നന്മകൾ നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ദരിദ്രമകയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. ഇതുകൊണ്ടെന്നാലെങ്കിൽ അഗ്നി സൃഷ്ടാവാകുന്നു, സ്ഥലത്തിന്റെ നാഥായ നയിക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിന്റെ നാഥായ നയിക്കും. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രകനും ഒരുവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. അനുഗ്രഹിക്കട്ടെ. ഭാഗ്യമോടികളായ പിന്നിയോ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണങ്ങളോ ധരിക്കുന്ന വേഷങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തമായ ആത്മാവുമാകുന്ന അനശ്വരമായ രക്തത്തെ അണിയുന്ന ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ താത എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും, ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിച്ചു. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃത്യയ്ക്ക് തുല്യമായ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 മുതൽ 11 ഉൾപ്പെടെ വായിക്കുന്നു. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹം നടന്നു. ഈശോയുടെ അമ്മാവനുണ്ട്. ഈശോ ശിഷ്യന്മാരും ബിരുദനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ പറഞ്ഞു അവർക്ക് വീടില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ എനിക്ക് നൽകുമെന്ന് എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അത് അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം ദുഷിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അതറിഞ്ഞിരുന്നു. മണവാളൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരമേ കാര്യങ്ങളുണ്ടെന്ന് അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ കാണുന്നതല്ലോ. എന്നാൽ ഈ നല്ല വീഞ്ഞി ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഒടുവിലാണ് സെന്റ് തോമസ് പള്ളിയിലെ ഇന്ന് ബിനിറ്റും ഷാലുവും ഒരു വിവാഹിതരാകാൻ പോവാണ്. കുറെ ദിവസത്തെ ആലോചനയ്ക്കും ധാരണയ്ക്കും അതുപോലെ തന്നെ നല്ല പ്രതിജ്ഞകൾക്കും അവസാന വിവാഹത്തിന് ശേഷം അവർ തീരുമാനിച്ചു, നിങ്ങൾ രണ്ടുപേരും വിവാഹം ചെയ്യാമെന്ന്. നല്ല ഉറപ്പോടെ വിശ്വാസത്തോടെ അങ്ങനെ ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ പുതുവർഷത്തിന്റെ ആദ്യ ഞായറാഴ്ചയാണ്. പിറവിക്കാലത്തെ 2ാമത്തെ ഞായറാഴ്ചയും കൂടിയാണ്. വളരെയധികം കൃപ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവിടെ തന്നെ സാക്ഷ്യപ്പെടുത്തി. കാനായിലെ വിവാഹ വിരുന്നിലെ ഈശോ പങ്കെടുത്ത് അവിടെ ചെയ്ത അത്ഭുതം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരാവർത്തി വായിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഞാനൊരിക്കൽ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 3 ചെറിയ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. കാനായിലെ കല്യാണ വിരുന്നിലെ പരിശുദ്ധ അമ്മയുണ്ട്. അവിടുത്തെ മണവാളിനും മണവാട്ടിക്ക് പുറമെ അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ശിഷ്യന്മാരുണ്ട്, ഈശോയുണ്ട്. അങ്ങനെ ഒരു സമൂഹം. ആ സമൂഹത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള 3 വാക്കുകൾ എനിക്കറിയില്ല, പുസ്തകത്തിലൊക്കെ വായിച്ചതല്ലായിരുന്നു. അത് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു വാക്കുകൾ പറയാൻ തോന്നിയത്. ആ 3 വാക്കുകൾ, അതിൽ ആദ്യത്തെ വാക്ക് സ്പിരിച്വാലിറ്റി എന്ന വാക്കാണ്. ആധ്യാത്മികത. നമ്മുടെ ജീവിതത്തിന്റെ ആധ്യാത്മികത എന്തായിരിക്കണം? സ്പിരിച്വാലിറ്റി. നമ്മളിന്ന് സുവിശേഷ ഭാഗത്തിൽ കുർബാന മധ്യത്തിൽ സുവിശേഷ ഭാഗങ്ങളിലെ നമ്മുടെ പള്ളിയിൽ വായിക്കുന്നത് ഈശോ ദേവാലയത്തിലേക്ക് കടന്ന് ഈശോയെ കാണാതെ പോയ കാര്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ മറിയമ്മ തിരികെ വന്നിട്ട് ഈശോയെ കണ്ടെത്തിയപ്പോൾ ഈശോ പറയുന്ന വാക്കുകളുണ്ട്, എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപകനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സ്പിരിച്വാലിറ്റി? എനിക്ക് തോന്നുക സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ നമ്മളോട് ഈ സുവിശേഷ ഭാഗങ്ങൾ പറയുന്നത്, അവർക്ക് വീട് കഴിഞ്ഞ് പോയപ്പോ അവർ പരിശുദ്ധ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കുകളാണ്, ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി. ദൈവം പറയുന്നത് പോലെ ചെയ്യാനുള്ള പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവം പറയാത്തത് ചെയ്യാതിരിക്കാനുള്ള തീരുമാനം എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കും. ആധ്യാത്മികത അതാണ്. നമ്മുടെ ജീവിതത്തിലെ മറിച്ചാൽ സംഭവിക്കും. ദൈവം പറയാതെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും, പ്രലോഭനം ഉണ്ടാവും. ഈശോ പറയുന്നത് ചെയ്യാൻ വേണ്ടതില്ല. അതുകൊണ്ട് മനസ്സിൽ പറഞ്ഞില്ല, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകും പറഞ്ഞ കാരണം
അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സ്പിരിച്വാലിറ്റി ഈശോ പറയുന്നത് ചെയ്യുക, മിനിറ്റും ശാലവും ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, നിങ്ങളെടുക്കുന്ന നല്ല പ്രതിജ്ഞകൾ, കൂടിയാലോചനകളിലെ നിങ്ങൾ ഈശോയും കൂടി ചേർത്ത് ഈശോ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സ്പിരിച്വൽ ലൈഫ്, ആത്മീയത. അങ്ങനെ ഈ കാലായനം വിവാഹങ്ങൾ ചെയ്തപ്പോൾ അവിടെ സംഭവിച്ച കാര്യമാണ്, ഈശോ പറയുന്നത് പോലെ അവരെ ഭരണിയിൽ കൊണ്ടുവന്നു, വെള്ളം നിറച്ചു. അങ്ങനെ ഓരോ കാര്യം ഭംഗിയായപ്പോ അവിടെ അവർക്ക് നല്ല മുന്തിരിച്ചാല് അവിടെ അവശേഷിച്ചു. അങ്ങനെ ആ കലോറക്കാരൻ വെള്ളം കോരി പരിചാല് മണവാളനെ കുറിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരവിലേക്ക് ആദ്യം കൊണ്ടുവന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നത്. അപ്പോൾ മേൽത്തരം വീഞ്ഞ് അവർക്ക് ലഭിച്ചു. അപ്പൊ ഈശോ പറയുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നന്നാകുന്നു. മേൽത്തരം വീഞ്ഞ് സാധാരണ മുന്തിരിച്ചാറില്ല. സാധാരണ നമ്മൾ എല്ലാവരും ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരം, അങ്ങാട്ടിൽ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെ തന്നെയാണ് അല്ലേ. മേലെ കുറച്ച് നല്ല പഴങ്ങളൊക്കെ കാണിച്ച് അടിഭാഗത്ത് നിന്ന് നമ്മളെടുക്കുന്ന കച്ചവടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് മേൽത്തരം സാധനങ്ങളെ നീക്കി വെക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നന്നാവണമെങ്കിൽ സ്പിരിച്വാലിറ്റി ഈശോ പറയുന്ന പോലെ നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ വാക്യമാണ് ക്വാളിറ്റി. ഇങ്ങനെ സ്പിരിച്വാലിറ്റി ക്വാളിറ്റി നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ അവസാനത്തെ കാര്യം അത് യൂണിറ്റിയാണ്. യൂണിറ്റി, വലിയൊരു ഐക്യം, വലിയൊരു ഒരുമ ആ ഒരു ജീവിതത്തിലെ കുടുംബങ്ങളിൽ ഉണ്ടാകും. ഇവിടെ ഉണ്ടായ കലാകാരനാണെങ്കിൽ ഒരുമ എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്ന പോലെ അവരെ ഒരുക്കി അവർക്കുണ്ടായിട്ടുള്ള മേൽത്തര സാധനങ്ങൾ അവരെ അവശേഷിച്ചു. അപ്പൊ അവിടെ എന്തൊരു ഐക്യമുണ്ടായി. ആ വീട്ടുകാർ വിഷമിച്ചിരുന്ന വീട്ടുകാരെ പരിശുദ്ധ അമ്മയോട് ചെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞു. ഈശോ അത് പരിചാരകരോട് പറഞ്ഞു. പരിചാരകരെ കലവറപ്രമാണിയോട് പറഞ്ഞു. കലവറപ്രമാണി മണവാളനോട് പറഞ്ഞു. മണവാളൻ കൂട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാരോട് പറഞ്ഞു. വലിയൊരു ഐക്യം, യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഈ യൂണിറ്റി ഉണ്ടായ കാരണം എന്താ? മേൽത്തര സാധനങ്ങൾ അവർക്ക് ലഭിച്ച കാരണം. അവിടെ ഏറ്റവും അവസാനം വരെ വിളമ്പുന്ന അവസാനം വരെയുള്ള നമ്മുടെ ജീവിതം മേൽത്തരമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഐക്യം ഉണ്ടാകുന്നത്. ഈ മേൽത്തര സാധനങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ സ്പിരിച്വാലിറ്റി നന്നാവണം. സ്പിരിച്വാലിറ്റി നമുക്കുണ്ടാവണം. ചുരുക്കം പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് യൂണിറ്റി, സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ക്വാളിറ്റി, സ്പിരിച്വാലിറ്റി ക്വാളിറ്റി ചേരുമ്പോൾ ഉണ്ടാകുന്ന യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ വിവാഹ ജീവിതം, കുടുംബജീവിതം അല്ല ഏത് ജീവിതമാണെങ്കിലും അത് ധന്യമാകുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവിതം പടുത്തുയർത്തുവാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കണേ. നിങ്ങളുടെ ജീവിതം കൃപ നിറഞ്ഞതായി തീരാൻ, ഈശോ പറയുന്ന പോലെ ചെയ്യുവാൻ, നല്ലത് മാത്രം തിരഞ്ഞെടുക്കുവാൻ, അങ്ങനെ നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം, ഒരുമ അത് നിങ്ങളുടെ കുടുംബങ്ങളിലൂടെ മറ്റു കുടുംബങ്ങളിലേക്കും സഭയിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കണ്ട സകലരെയും ക്ഷണിക്കുന്ന വിശാലേ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശാന്തിയും പ്രത്യാശകളും നിറയ്ക്കുകയും അവരുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തീരുടെ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അവരുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഈ അഖിലമായ പരിപാലിയെ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ അങ്ങനെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നയിക്കും. തിരുസഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ഷാലുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഷാലു വിശുദ്ധായ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ വിരിച്ചിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ നിങ്ങളെ വിവാഹോടമയ്ക്ക് ഉടമ്പടിക്ക് സാക്ഷികളാണ്. കയ്യുയർത്തുന്നതിന് നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടക്കമായി പരസ്പരം നിങ്ങളുടെ ബന്ധങ്ങൾ ചേർത്തിരിക്കും. പ്രാർത്ഥനയും വിശ്വാസത്തിന്റെയും യാതൊരു നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടുകൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവന്മാരെ ലഭിക്കുന്ന ഈ താലിയെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബുദ്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്നേഹിക്കുവാനും ഇതിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായി കുറിച്ച് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി ചെയ്യട്ടെ. ഇത് അമ്മമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരുടെയും അടയാളമായി പരസ്പരം അണിയുന്ന മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രഭാവത്തിന്റെ അനിശ്ചിത വസ്തുത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കരുണവനായ കർത്താവേ, ഈ മന്ത്രകൂടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹം വഴി ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിർമ്മലവാദിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഞാൻ കൊടുക്കണത് പേരുണ്ട് ഇതിൽ, ഉള്ളിൽ പേരുണ്ട്. ഇതല്ലേ വലുതല്ലേ? ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആധുനിക സമുദ്രത്താലും വിശുദ്ധാത്മാവിനെ വരത്താലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായിരിക്കുന്ന ഇപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷിതമായിരിക്കട്ടെ. ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. എന്തോ പെട്ടെന്ന് കൈ വരയ്ക്കായിരുന്നു. പെട്ടെന്ന് കൈ വരയ്ക്കായിരുന്നു. ദൈവമാതാവിന്റെയും നീതിമാനായ മനുഷ്യന്റെ സ്മരണം വിശുദ്ധ വെളിപ്പെടുത്തുകയുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലീഹായുടെ ഓർമ്മയുടെ കൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും അവിടെ ചുടരുത്ത സാക്ഷികളുടെയും സ്മരണം വിശുദ്ധ വെളിപ്പെടുത്തുകയുണ്ടാകട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. Our
ആശ്രവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, നിങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഇളങ്ങിക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ വൃക്ഷത്തിന്റെ ശരീരത്തിലാകുന്ന ദിവരസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഇളങ്ങക്കാരുടെ ഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തിരിഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും നയിക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. അവിടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ ദുർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അവിടെ പകലേക്ക് കണമുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അത്ര വലിയ നിർമ്മാണങ്ങൾ നൽകിയിരിക്കുന്നത് സ്വീകരിക്കുകയും സമുദ്രിക്കുകയും മൃതരായ ജീവിക്കുകയും ചെയ്തു. പാപികളായ വിശുദ്ധീകരിച്ചു നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി വിശുദ്ധരുടെ പരാജയത്തിറക്കി ഈ ബലഹീനമായ പ്രവൃത്തിയെ സമൃദ്ധമായ മുഖം നയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകില്ല സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്ത്രീ ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും നയിക്കും. സാർവത്രിക സമരതലവനായ ഞങ്ങളുടെ സ്വഭാവനായ മാറാഫിൽ മേജറാധ്യക്ഷന് അതിലുദാഹരണനായ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെ ബഹുമാനത്തിനും സന്നിധിയിൽ പ്രീതിജനകമായി സമർപ്പിച്ച ശുദ്ധരായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലക്ഷ്യത്തിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ കാര്യത്തിൽ അത്യാവശ്യോഗ്യനായ വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ ജീവിതകാലം മുഴുവൻ അങ്ങ് സമാധാനവും സന്തോഷവും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാനെയൊന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശിശുഹായി അയച്ചെല്ലാവരും കർത്താവദേവമായ ജീവിതായകമായ സുവിശേഷപ്പടി വിശുദ്ധമാമോദീസായുടെ സജീവ ജീവിതായകമായിട്ട് താല്പര്യത്തിൽ തൊഴിൽ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള വിശുദ്ധിയും വിവേകവും ഞങ്ങളെ പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും പറയട്ടെ.
കർത്താവിന്റെ നാമരക്ഷകനുമായ ശംസുകാരുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയങ്കരവും പരിശുദ്ധ ജീവിതാന്ത്യവുമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വരട്ടെ. ദാസന്റെ കുർബാനയിലൂടെ ആവസത്തിനായി ശ്രദ്ധിക്കുകയും പൗത്രീകരിക്കുകയും വേണ്ടേ. ഇത് ഞങ്ങളുടെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള വലിയ പ്രത്യാശയും നിന്റെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമാ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവ പരിശുദ്ധ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കൃപയ്ക്കത്ത വിധം എന്നോട് ദയ തോന്നണമേ. ജീവിതാന്തികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നാമത്തിന്റെ സ്തുതി നാഥനായ നമുക്ക് ആരാധന ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവിതായ്മയപ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്റ്റേജിലേക്ക് നിൽക്കണ്ടോ കേട്ടോ. അവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് നാം സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേതാകുന്നു, ഇപ്പോഴും എപ്പോഴും നീക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശ്വരനായ കൃപാവനും അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമായിട്ട്
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇതമതിമാരുടെ മേൽ അങ്ങയുടെ കാരണത്തിന്റെ വലകെ നീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അപരായ സാറയെ അനുകരിച്ച ദൈവമേ, അഭ്യുന്നമായ ഇവരെ നിയമിച്ച് പരിപാലനത്തിൽ നന്ദി പറയുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവായ വിശുദ്ധായി നന്ദിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മറിയോസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ശരിപൂർണ്ണമാകട്ടെ. തലവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്ഥലത്തിന്റെയും നാഥായി നയിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷന് സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിലാക്കുകയും ചെയ്ത കരുണ ദൈവമായിട്ടുണ്ടാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധയുടെ അവയവങ്ങളും വിശുദ്ധാത്മാവിനെ ആലയങ്ങളുമായ ശരീരങ്ങളെ വിശുദ്ധവും പ്രതികരവുമായ സജീവബലിയായി ദൈവത്തിൽ സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യം പൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ ഉണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഇന്നത്തെ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Yeah.
കന്യകയിൽ നിന്നങ്ങു മന്നീട് ജാതനായി അങ്ങു മന്നീട് ജാതനായി വീണ്ടെടുത്തോരീദാസൃതം ചിന്തണേയെന്നും യാചിപ്പു ഞങ്ങൾ സാദരം നിത്യാനന്ദത്തിൽ അങ്ങേ സ്നേഹിതം ഒത്തുചേരാൻ കനിയേണേ ഒത്തുചേരാൻ കനിയേണേ. അനന്തദയാപരനും അഭിനന്ദനമുള്ളവരോടുമായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ മഹാദാനങ്ങളെ കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
to everyone on this wonderful day. As we are about to begin our function, kindly remain seated and make yourself comfortable. ഇന്നത്തെ ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ സമയം നമുക്കായി മാറ്റിവെച്ച എല്ലാവരെയും ഞാൻ ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Marriage is the fusion of two hearts, a harmony of two souls, and the union of two families. ദേവാലയത്തിലെ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം വധുവരന്മാർ ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ കൈയടിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യാം. Let us all give our warmest welcome to them. And I request Vinil Chetan to hold Chichi's hand. As you start together this new journey in life, we pray to God that you may never have to take your hands apart. എല്ലാവർക്കും ഒരു നല്ല കൈയ്യടി കൊടുക്കാം. First of all, let me congratulate both of you. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ the first thing coming to my mind is it's a verse from the book Song of Solomon. It states that I am my beloved's and my beloved's is mine. ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. Just like the words, let their love be stronger and faith even stronger. ഇവർ രണ്ടുപേരെയും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും let me officially introduce. On stage we have the handsome groom, Mr. Binit Benny, working as a senior account manager in Dubai, and we have our prettiest bride, Shalu Shaji, working as an accounts manager in Dubai itself. At this beautiful moment, the stage feels incomplete without the loving presence of the family. So let me first invite the groom side. For that, I invite the groom's father, Mr. Benny Menacheri, and mother, Mrs. Beena Benny. ഒത്തിരിയേറെ സ്നേഹത്തോടെ ചേട്ടൻ്റെ പാരൻസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. An elder brother stand as a guiding light, and I personally know ബിനിച്ചേട്ടൻ്റെ ലൈഫിൽ എന്തോരം ഇമ്പോർട്ടൻസ് ആണ് എൽഡർ ബ്രദറിന് ഉള്ളതെന്ന്. And at this beautiful moment, I invite the groom's elder brother, Mr. Bibin Benny, who is working as an accountant in Dubai, and his beautiful wife, Mrs. Difna Bibin, working as a senior recruiter in Kochi. I welcome both of you to the stage and share blessings with the couples. Now, let me invite Shalu Chichi's parents, her father, Mr. Shaji Varghese, and mother, Mrs. Ansi Shaji. Chichiയുടെ അച്ഛനെയും അമ്മയെയും ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. With great warmth and affection, let me invite the bride's beloved brother, Mr. Alan Shaji, to kindly join us on the stage. Both families together on the stage, we are truly blessed to witness the union of two hearts and two families. In the presence of our loved ones and under God's grace, let us now begin the official wedding ceremony. ദീപം തെളിയിക്കൽ പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. അതിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. May I request the bride and groom to step forward.
the flame of love burn bright forever. I request Chetna parents to light the lamp, which is followed by Chichina parents. May the glow of this lamp bring warmth, love, and blessings to the couple's new life. പരസ്പര സ്നേഹത്തിൻ്റെ ദിനങ്ങളാണ്. അതിനോടനുബന്ധിച്ച് മാലയും ബൊക്കയും കൈമാറാം. മാലകൾ എടുത്തു കൊടുക്കുന്നതിനായി ഇരുവരുടെയും പാരൻസിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ബൊക്കെ എടുത്തു കൊടുക്കുന്നതിന് രണ്ടുപേരുടെയും സിബ്ലിങ്സിനെ ക്ഷണിക്കുന്നു. Now we are entering into the wine toasting ceremony. I request both of you to toast the wine. വൈൻ എടുത്ത് നൽകുന്നതിനായി രണ്ടുപേരുടെയും മാതാപിതാക്കളെ വിളിക്കുന്നു. I request both of the mother-in-laws or the mothers. ഇരിക്കുന്തോറും കൂടി വരുന്ന വീഞ്ഞിന്റെ വീര്യം പോലെ ഇവരുടെ സ്നേഹത്തിന്റെ ലഹരി ഓരോ ദിവസവും കൂടി വരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും I've seen the stars on the ocean, and fields of grass beneath the blue. I've heard the songs of summer singing, like a humming hymn of June. There's always something around the corner, something more to be found. I'm sure the coast of California are beautiful right now. And New York sky shines so bright, but to tell you the
Honey, I just wanna come home to you. Somewhere far the birds are flying. Someplace there on feathered wings. 100 worlds I could get lost in. Where you are is where I wanna be. There's always something around the corner, something more to be found. And I'm sure the coasts of California are beautiful right now. And New York sky shines so bright, but to tell you the truth, honey, I just wanna come home to you. Honey, I just wanna come home to you. Honey, I just wanna come home to you. Here I am in this old town, still dreaming of the open road. I've been here for far too long. There's so much more than this I know. It's been years since I've been gone. I miss the way it feels to roam. This urge that's grown inside my heart to pack my bags and hit the road. I'm dreaming of the road again, set free in the wind. Feels like we found home again, on the road that's grown within. We will fill the tank and make our way down windy tracks and beaten roads. We'll drive away from this old town and find a place we've never known, with the summer sun over open plains, with the windows down. We'll drive along, and our hearts will grow as our troubles fade away. I'm dreaming of the road again, set free in the wind. Feels like we found home again, on the road that's grown within. Off the road again, set free in the wind. Feels like we found home again, on the road that's grown within.
ആത്മീയ ശാരീരികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണം. ആൻറ്റിക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പ്രതീക്ഷയെ ജീവിതകാലം മുഴുവൻ സജീവമാണ്. ഞങ്ങളെ നിലനിർത്തി ഈശോയുടെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. മറിയത്തിൻ്റെ വിശുദ്ധ പിതാവേ Woke up with you on my mind. Watch the air turn as you breathe. Yellow morning feeling up your eyes. Waking up.